ഭവ അതിഥി ദേവോ ഭവ. എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകൃതി പോലും രാമമന്ത്രം ജപിക്കുന്ന കാലം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഒരു സങ്കടം തോന്നാറുണ്ട്. കാരണം പല വീടുകളിലും ഇന്ന് രാമായണ പാരായണം കേൾക്കാനില്ല. നാം അടക്കമുള്ള കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം മൊബൈൽ സ്ക്രീനുകളിലാണ്. രാമായണം പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് രാമായണത്തിൻ്റെ ആധ്യാത്മിക ആഴവും അതിൻ്റെ ജീവിത സന്ദേശങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, രാമായണം പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ്, ഇത്ര യുഗം കഴിഞ്ഞ് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? നമ്മൾ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും സമയം കളയുന്നത്? നമ്മളെല്ലാം പഠനത്തിൽ മിടുക്കന്മാരാ. പഠനത്തിൽ എന്ന് പറയാൻ പറ്റൂല, കുട്ടികളെല്ലാം പഠനത്തിൽ മിടുക്കന്മാരാ. കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാം നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മാത്സിലെ സമവാക്യങ്ങളോ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്, ഇങ്ങനെ ജീവിത പ്രതിസന്ധികൾ വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ഭഗവത്ഗീതയും രാമായണവും പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രസക്തമാകുന്നത്. ജീവിത പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന് കാണിച്ചിരുന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ആധ്യാത്മിക ഗ്രന്ഥം തന്നെയാണ് ആധ്യാത്മിക രാമായണം. അപ്പോൾ രാമായണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, രാമായണം എല്ലാവരുടെയും വിചാരം രാജ്യത്തിനെയും രാജാവിനെയൊക്കെ പറ്റി പറയുന്ന വെറുമൊരു കഥ മാത്രമാണ് എന്നാണ്. എന്നാൽ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം രാമായണത്തിൽ നമ്മൾ കുറേ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഏറ്റവും മഹത്തരമായ, രാമായണത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായ ഉത്തമമായ ഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഭാഗമാണ് ലക്ഷ്മണോപദേശം. ലക്ഷ്മണോപദേശത്തിന്റെ സന്ദർഭം എല്ലാവർക്കും രാമായണം അറിയില്ലേ? രാമായണം വായിക്കുന്നവരുണ്ടാവും. ലക്ഷ്മണോപദേശത്തിന്റെ സന്ദർഭം എന്നാ? നമുക്ക് ആദ്യം അയോധ്യയിലെ ആ കൊട്ടാരത്തിലേക്കൊന്ന് കടന്നു പോകാം. എങ്ങും ഇങ്ങനെ ആനന്ദവും സന്തോഷവും എങ്കിലും ഇങ്ങനെ അലയടിക്കല. കാരണം എന്നാ ഇത് രാമായണത്തിൽ അയോധ്യയില് ഇങ്ങനെ സന്തോഷമല്ലാടി. കാരണം പ്രജകളുടെ എല്ലാം പ്രിയങ്കരനായ അയോധ്യയുടെ കണ്ണിലുണ്ണിയായ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാ. ജനങ്ങളെല്ലാം ഇങ്ങനെ ആർത്തുല്ലസിച്ച് നഗരവും കൊട്ടാരവും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിരിക്കല. ജനങ്ങളൊക്കെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കല. അവിടെയാണ് വിധി മന്ദര എന്ന സ്ത്രീയുടെ രൂപത്തില് വിഷം ചീറ്റുന്നത്. എന്താ സംഭവിച്ചത്? മന്ദര ആരാ? കൈകേയിയുടെ കൊട്ടാരത്തിലെ ഒരു ദാസിയായിരുന്നു മന്ദര. അപ്പൊ മന്ദര ഇങ്ങനെ അസൂയ മൂത്തിട്ട് കൈകേയിയുടെ ഉള്ളിൽ വിഷം ഇങ്ങനെ കുത്തിവെക്കല. എന്ത് രീതിയില്? അതായത് ശ്രീരാമൻ രാജാവായാൽ കൈകേയിയുടെ അവസ്ഥ എന്താ? എങ്ങനെ പറഞ്ഞിട്ടാണ് മന്ദര അത് അവതരിപ്പിക്കുന്നത്? അഥവാ രാമൻ രാജാവായാല് ഭരതനും കൈകേയിയും ദാസിമാരാകും, അല്ലെങ്കിൽ ദാസികളാകും. ശ്രീരാമനായിരിക്കും, കൗസല്യമായിരിക്കും രാജ്യം ഭരിക്കുക എന്ന രീതിയിലാണ് കൈകേയിയെ മന്ദര പറഞ്ഞ് ധരിപ്പിക്കുന്നത്. അപ്പോ ഇതൊക്കെ കേട്ട മന്ദര എന്താണ്, ദശരഥനോട് പോയിട്ട് ദശരഥൻ 2 വരങ്ങള് ചോദിച്ചിരുന്നു. അത് ആവശ്യപ്പെടുകയാണ്. എന്താണ്? ഒന്നാമത്തത്, ഭരതനെ രാജാവാക്കണം. ശ്രീരാമന പട്ടാഭിഷേകം നടക്കാൻ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന സമയത്താണ് കൈകേയി ഇങ്ങനെ പറയുന്നത്, ഭരതനെ രാജാവാക്കണം. അത് മാത്രം പോരാ,
ശ്രീരാമനെ 14 സംവത്സരം കാട്ടിലേക്ക് അയക്കണം. ദശരഥന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. തന്റെ സ്വന്തം പുത്രനായ രാമന്റെ പട്ടാഭിഷേകം നടക്കാൻ എല്ലാവരും കാത്തിരിക്കുന്ന സമയത്താണ് കൈകേയി ഇങ്ങനെ വന്ന് പറയുന്നത്. വിഷം കുടിച്ചതുപോലെ ദശരഥ മഹാരാജാവ് തളർന്നു വീഴുകയാണ്. പക്ഷേ പുത്ര വാക്യ പരിപാലനത്തിനായിട്ട് എന്താണ് രാമൻ, ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ശ്രീരാമൻ കാട്ടിലേക്ക് പോകാമെന്ന് സമ്മതിക്കുകയാണ്. ഇതറിയുന്ന കൗസല്യയുടെ അവസ്ഥ, ആരാ കൗസല്യ? ശ്രീരാമന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അതായത് തൻ്റെ മകന് രാജാവ് ആകാൻ എന്ന് കാത്തിരിക്കുന്ന കൗസല്യാദേവിയുടെ അവസ്ഥ എന്തായിരിക്കും? കൗസല്യാദേവി അങ്ങനെ തന്നെ ഉറക്കെ നിലവിളിക്കുക, മകനെ, അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റാൻ നീ ഒരുക്കമാണെങ്കിൽ അമ്മയായ ഞാൻ പറയുന്നു നീ കാട്ടിലേക്ക് പോകരുത്. പക്ഷെ കൗസല്യക്കറിയാം പിതൃവാക്യ പരിപാലനത്തിനായിട്ട് രാമൻ എന്തായാലും കാട്ടിൽ പോകും. കാരണം രാമൻ ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളാ. രാമൻ എന്തായാലും കാട്ടിലേക്ക് പോകും. അപ്പൊ അതറിഞ്ഞ കൗസല്യയുടെ മനസ്സ്, ഒരമ്മയുടെ വേദന എത്രത്തോളമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് മറുഭാഗത്ത് ഒരാൾ നിൽക്കുകയാ, ലക്ഷ്മണൻ, അനുജൻ. രാമനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന വേറെ ഒരാളില്ല എന്ന് തന്നെ പറയാം. കാരണം ലക്ഷ്മണന് അത്രത്തോളം ഇഷ്ടമാണ് രാമന്. ലക്ഷ്മണോപദേശത്ത് പറയുന്നു, നിന്നോളം ഇല്ല മറ്റാർക്കും എന്നുള്ളതും. അതായത് രാമനെ ലക്ഷ്മണനോളം സ്നേഹിക്കുന്ന വേറെ ഒരാളില്ല. അപ്പൊ ആ ലക്ഷ്മണന്റെ അവസ്ഥ എന്തായിരിക്കും? ക്രോധം മൂത്ത് കോപം കൊണ്ട് ദശരഥ മഹാരാജാവിന്, അതായത് ലക്ഷ്മണന്റെ അച്ഛൻ എന്തൊക്കെയാണ് ലക്ഷ്മണൻ പറയുന്നത്? സ്ത്രീലമ്പടൻ, വൃദ്ധൻ, എന്തൊക്കെയാണ് പറയുന്നത്? കോപം മൂത്ത് ലക്ഷ്മണൻ ഇങ്ങനെ ജ്വലിക്കുകയാ. നമ്മളാണ് അവിടെ ശ്രീരാമനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അച്ഛൻ പറയുന്നു കാട്ടിൽ പോകാൻ, അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു, അച്ഛൻ ഒരു ഭാഗത്ത് കരഞ്ഞിരിക്കുന്നു, ജ്യേഷ്ഠൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ദേഷ്യം വന്ന് കോപാകുലനായി നിൽക്കുമ്പോ നമ്മളാണ് ശ്രീരാമചന്ദ്രന്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന്, നമുക്ക് ഇത്രയും സുഖഭോഗങ്ങളൊന്നും കളയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും, എല്ലാം ലക്ഷ്മണന്റെ തലയിൽ അങ്ങിടും. അതായത് ലക്ഷ്മണൻ ഇങ്ങനെ എന്തായാലും അച്ഛനെ വധിക്കാൻ വേണ്ടി, അച്ഛനെ തടവിലാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കല. അപ്പോ ലക്ഷ്മണന്റെ തലയിലെല്ലാം ഇട്ടാല്, ലക്ഷ്മണന്റെ പേരിലെല്ലാം ആക്കിയാല് ചിരിച്ചോണ്ട് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നല്ല ഇതിൽ നിന്നാല് രാമന് നല്ല രീതിയിൽ രാജ്യം ഭരിക്കാം, എല്ലാ സുഖഭോഗങ്ങളൊക്കെ ശ്രീരാമന് കിട്ടും. അച്ഛനെ വധിക്കുകയും ചെയ്യാം എന്നല്ല, അച്ഛനെ തടവിലാക്കും ലക്ഷ്മണൻ. അപ്പോ എല്ലാ സുഖഭോഗങ്ങളും ശ്രീരാമന് ലഭിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അഥവാ നമുക്ക് വനവാസത്തിന് പോകാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുക, പക്ഷേ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ അനിയൻ അച്ഛനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? അച്ഛനെ തെറി വിളിക്കുന്ന മകനെ നമ്മൾ തിരിച്ചു തെറി വിളിക്കും, അല്ലേ? അപ്പോ അതൊന്നും ചെയ്യാതെ ശ്രീരാമന്റെ മാനസികമായ ഇടപെടലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ശ്രീരാമൻ എന്താ ചെയ്തതെന്നറിയോ? ആദ്യം പോയിട്ട് ഇങ്ങനെ ലക്ഷ്മണൻ, ഇങ്ങനെ കോപാകുലനായിട്ട് നിൽക്കുന്ന ലക്ഷ്മണനെ ആദ്യം പോയിട്ട് ഒന്ന് ആലിംഗനം ചെയ്തു. അപ്പോ നമുക്കറിയാം, ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഐസ് ഇട്ടാൽ എന്താവും? അതിന്റെ തിളപ്പങ്ങ് മാറും, അല്ലേ? അതുപോലെ ഇങ്ങനെ രോക്ഷാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെ ആദ്യം ശ്രീരാമൻ പോയി കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. അപ്പോ ശ്രീരാമന്റെ ഉള്ളിലെ പരമമായ ശാന്തി ലക്ഷ്മണന്റെ ഉള്ളിലേക്ക് പകരുകയാണ് ചെയ്തത്. അങ്ങനെ ലക്ഷ്മണന്റെ കോപത്തെ കുറച്ചെങ്കിലും ശ്രീരാമൻ അടക്കാൻ കഴിഞ്ഞു. പിന്നീട് പറയുന്നു ലക്ഷ്മണോപദേശത്തിൽ, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. പിന്നീട് ശ്രീരാമൻ ലക്ഷ്മണനെ വിളിക്കുന്നു, വത്സ, മകനെ. അവിടെ വാത്സല്യത്തിന്റെ ഏറ്റവും നല്ലൊരു രൂപമാണ് അവിടെ കാണുന്നത്. വത്സ എന്നാണ് വിളിക്കുന്നത്. വാത്സല്യം, നമ്മള് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ അച്ഛനും അമ്മയും വന്നിട്ട് മോനേന്ന് വിളിച്ചാൽ നമ്മൾ ശാന്തമാകൂല. അതുപോലെ വത്സ എന്നാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നു സൗമിത്രേ, സുമിത്രയുടെ മകനെ. ലക്ഷ്മണനെ സുമിത്രയുടെ മകനെ എന്നാണ് വിളിക്കുന്നത്. അതായത് ദശരഥനോടുള്ള ദേഷ്യം പൊട്ടി ലക്ഷ്മണൻ ഇങ്ങനെ നിൽക്കുമ്പോ അച്ഛനായ ദശരഥന്റെ പേര് പറഞ്ഞ് പിന്നെയും ലക്ഷ്മണനെ കോപാകുലനാക്കാതെ സുമിത്രയുടെ പേര് പറഞ്ഞിട്ടാണ്
അഭിസംബോധന ചെയ്യുന്നത്. സുമിത്രയെ സംബന്ധിച്ചിടത്തോളം സുമിത്ര കാശിയിലെ രാജാവിന്റെ മകളാ. അപ്പോൾ കാശിയിലെ ആൾക്കാരൊക്കെ വളരെയധികം പണ്ഡിതന്മാരാ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുമിത്രയും പണ്ട് മുതലേ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വന്ന ആളാണ് സുമിത്ര. ഇങ്ങനെയുള്ള സുമിത്രയുടെ മകനാണോ വിവേകപൂർണമില്ലാതെ പെരുമാറുന്നത് എന്നൊരർത്ഥം കൂടി സൗമിത്ര എന്ന വിളിയിലുണ്ട്. പിന്നെ വിളിക്കുന്നു കുമാര. കുമാര എന്നാൽ കൗമാരപ്രായത്തിലുള്ളവനെ. കൗമാരപ്രായത്തിന്റെ ഏറ്റവും സവിശേഷതയാണ് എടുത്തു ചാടി എന്തെങ്കിലും അങ്ങ് ചെയ്യുക. അത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാനുണ്ട്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. പൈസ കൊടുത്തില്ല എന്ന പേരില് വീടിന് തീവച്ച മകൻ. അച്ഛനും അമ്മയും ചെറിയൊരു ഗ്യാപ്പിലാണ് രക്ഷപ്പെട്ടത്. പൈസ കൊടുത്തില്ല എന്ന പേരില് വീടിന് തീ വെക്കോ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമൂഹത്തില് ലക്ഷ്മണോപദേശം എത്രത്തോളം സന്ദേശമാണ് നൽകുന്നത് എന്ന് ഓർക്കണം. കൗമാര എന്നാണ് വിളിക്കുന്നത്. കൗമാരപ്രായത്തിലുള്ളവനെ. ലക്ഷ്മണന്റെ പ്രായം അതാണ്, കൗമാരപ്രായമാണ്, എടുത്തുചാട്ടം ഉണ്ടാകുന്ന പ്രായമാണ്, സ്വാഭാവികമാണത് എന്ന് പറഞ്ഞ് നിന്റെ കോപത്തെ നിയന്ത്രിക്കാൻ കോപത്തെ നിയന്ത്രിക്കണം നീ എന്നാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണന്റെ കോപം അടങ്ങി, ചെറുങ്ങനെ ശാന്തമായി ലക്ഷ്മണൻ. പിന്നീടാണ് ലക്ഷ്മണനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീരാമൻ മെല്ലെ മെല്ലെ പറയുന്നത്. എന്ത്? ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്നു, മത്സരാദ്യം വെടിൻ എൻ്റെ വാക്കുകൾ നീ കേൾക്കുക. നിന്റെ ഉള്ളിലെ മത്സര ബുദ്ധിയെ വിട്ടുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കുക. ലക്ഷ്മണൻ ഇങ്ങനെ മത്സര ബുദ്ധിയോടെ കേൾക്കുമ്പോ, ദേഷ്യത്തോടെ കേൾക്കുമ്പോ ശ്രീരാമൻ പറയുന്നതൊന്നും ലക്ഷ്മണന് തിരിയൂല. അപ്പോ മത്സരാദ്യം വെടിന് എൻ്റെ വാക്കുകൾ നീ കേൾക്കൂ. ലക്ഷ്മണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നാ, ഒന്ന്, ശ്രീരാമനെ ലക്ഷ്മണനോളത്രം സ്നേഹിക്കുന്ന വേറെ ഒരാളില്ല. അപ്പോ തൻ്റെ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോകുന്നത് ലക്ഷ്മണൻ ഇഷ്ടാവോ? ലക്ഷ്മണൻ അത് അംഗീകരിക്കാൻ തയ്യാറാവോ? അങ്ങനെയുള്ള ലക്ഷ്മണനെ തിരിച്ച് ധർമ്മത്തിന്റെ പാതയിൽ നീ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരുത്താ. എന്ത്? കോപത്തിൽ നിന്ന് ശാന്തിയിലേക്ക്. അപ്പോ പിന്നെ പറയുന്നു, ശ്രീരാമൻ പറയുന്നു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. ഭോഗങ്ങളെല്ലാം നമ്മളിന്ന് അനുഭവിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. അതായത് ഇന്ദ്രിയ സുഖങ്ങൾ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഏതെല്ലാം? കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക സുഖങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് ഇല്ലാതാവുന്നതാ. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. ലഹരി, മൊബൈൽ അഡിക്ഷൻ, അതൊക്കെ ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളെ അലട്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ചഞ്ചലമാണ്. അത് വിഷയങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പല വിഷയങ്ങളുടെ പിന്നാലെയും നമ്മുടെ മനസ്സ് ഭൗതിക സുഖങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള മനസ്സിനെ ബുദ്ധി കൊണ്ട് ബ്രേക്ക് ഇടാൻ നമുക്ക് സാധിക്കണം. ഒരു തെറ്റായ കാര്യത്തിന് നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ ഇതെന്റെ ഭാവിയെ തകർക്കും, ഇത് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ വിവേകത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. ഇതൊക്കെ തന്നെയാണ് ലക്ഷ്മണോപദേശത്തിലും പറയുന്നത്. പിന്നെ പറയുന്നു, പിന്നെ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ഭഗവത്ഗീതയില് മനനിയന്ത്രണത്തെ പറ്റി നല്ല രീതിയിൽ പറയുന്നുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ഉദാഹരണം വെച്ച് പറയുമ്പോൾ, ഒരു സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോയി ഇങ്ങനെ ഇരിക്കലാം. സിനിമ സ്ക്രീനിൽ നമ്മൾ സിനിമ കാണാൻ ഇരിക്കലാം. അപ്പോൾ സിനിമയിൽ പല രംഗങ്ങളും ഉണ്ട്. ചോര ചീറ്റുന്ന രംഗങ്ങളുണ്ട്, അടിയുണ്ട്, പിടിയുണ്ട്. പക്ഷെ അതൊന്നും സിനിമ സ്ക്രീനിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ ആയിരിക്കണം നമ്മളെ മനസ്സ്. നമ്മളെ പുറംഭാഗത്ത് എന്ത് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നടന്നാലും അതൊന്നും നമ്മളെ മനസ്സിനെ അഴുക്കാക്കാൻ നമ്മൾ സമ്മതിക്കരുത്. പിന്നെ പറയുന്നു ലക്ഷ്മണോപദേശത്തില്, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഒരു തവള പാമ്പിന്റെ വായിൽ പെട്ടിട്ട് മരിക്കാനായിന്ന് തവളക്കറിയാം. ഇനി എനിക്ക് ജീവിതമില്ല, ഇപ്പം ഞാൻ മരിക്കുന്ന തവളക്കറിയെങ്കിലും തവള ഈച്ചയെ ഭക്ഷിക്കാനായി വായി നീട്ടുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ കാലമാകുന്ന പാമ്പിന്റെ വായുടെ ഉള്ളിലാ ഈ നമ്മുടെ ജീവൻ
എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ഇങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾക്കും പുറമേയുള്ള സുഖങ്ങൾക്കും പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല. നമുക്കറിയാം നമ്മുടെ ജീവിതം വേണമെങ്കിൽ ഇപ്പം നമുക്ക് മരണം സംഭവിക്കാം, എന്നാലും നമ്മൾ പുറമേയുള്ള സുഖങ്ങൾക്ക് വേണ്ടി എങ്ങനെ നല്ലോണം പണം സമ്പാദിക്കണം, എങ്ങനെ വലിയ ആളാവണം, അങ്ങനെയല്ല എങ്ങനെ പണക്കാരനാകണം, കോടീശ്വരനാകണം, എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുറമേയുള്ള സുഖങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ ജീവിതം എന്നത് ശ്രീരാമൻ പറയുന്നത് പോലെ ക്ഷണപ്രഭാ ചഞ്ചല, ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്നതാണ് നമ്മുടെ ജീവിതം. പിന്നെ എന്തിനാണ് നമുക്ക് ഈ അസൂയ, എന്തിനാണ് നമുക്ക് ഈ അഹങ്കാരം? നമ്മുടെ ദേഹം വേണമെങ്കിൽ ഈ നിമിഷം പോകുന്ന ഒന്നായിട്ടും നമുക്ക് എന്തിനാണ് ഇത്രത്തോളം അസൂയയും അഹങ്കാരവും? മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ആളുകളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പണം ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുകലാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ആൾക്കാരാണ് മനുഷ്യര്. അവർക്ക് ഭൂമിയിൽ ഇതിലൊന്നും അവകാശമില്ല. ജന്തുനാം നരജന്മാർദുല എന്നാണ് പറയുന്നത്. അതായത് ജന്തുക്കളിൽ നിന്ന് കിട്ടുന്ന അപൂർവ ജന്മമാണ് എന്ത്? മനുഷ്യജന്മം. മനുഷ്യന് ജീവിക്കാനേ അധികാരമുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളിൽ ഒന്നിനും മനുഷ്യന് അധികാരമില്ല. എന്നാലും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കലാം. അപ്പോ ലക്ഷ്മണോപദേശത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായേക്കാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഭഗവത്ഗീതയും രാമായണവും പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ശുഭകരമാകും. പിന്നെ പറയുന്നു, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നമ്മൾ വഴി അമ്പലങ്ങൾ അറിയാവുക? വഴി അമ്പലങ്ങൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ യാത്ര ചെയ്ത് പോകുമ്പോൾ വിശ്രമിക്കാൻ കണ്ടെത്തുന്ന ഇടമാണ് വഴി അമ്പലങ്ങൾ. അതുപോലെയാണ് നമ്മൾ ജീവിതം എന്നത് ഒരു വഴി അമ്പലം. ആ ജീവിതത്തിൽ ഒരു ട്രെയിനിൽ നമ്മൾ കയറി യാത്ര ചെയ്യുകയെന്ന് വിചാരിക്കാം. ആ ട്രെയിനിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ കയറി, അവരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. പിന്നെയും ആൾക്കാർ കയറി, അവരുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത സ്റ്റേഷനിൽ അവരിറങ്ങും, നമ്മൾ നമ്മളെ സ്റ്റേഷനിൽ ഇറങ്ങും. അപ്പോൾ ആ സമയം, ആ കിട്ടുന്ന സമയം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി, അസൂയയില്ലാതെ നല്ല മനസ്സോടു കൂടി അവരുമായിട്ട് ഇടപഴകാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഓർക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് ആ യാത്ര മാറും. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ പലരും കടന്നു വരാം, അച്ഛൻ അമ്മ പലരും ഉണ്ടാവും. പക്ഷെ നമ്മൾ ജനിക്കുന്നത് ഒറ്റക്കാ, മരിക്കുന്നതും ഒറ്റക്ക. നമുക്ക് ആരും ഉണ്ടാവില്ല, മരിക്കുന്ന സമയത്തും ഒന്നും ആരും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മൾ കണ്ടുമുട്ടിയേക്കാം, പക്ഷെ അവരാരും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ കൂടി ഉണ്ടാകും നമ്മൾ ആരും വിചാരിക്കണ്ട. അവരെല്ലാം പോകും. അല്പായുസ് മാത്രമേ മനുഷ്യനുള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും മനുഷ്യന് മരണം സംഭവിക്കാൻ ഒരു ഗ്യാരണ്ടിയും ഇല്ല. പിന്നെ എന്തിനാണ് നമുക്ക് അസൂയ, അഹങ്കാരം? ഇതൊക്കെ തന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നത്തെ തലമുറയിലെ ആൾക്കാർക്ക് സ്നേഹമില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. വയനാട്ടിൽ ഒരു ദുരന്തം നടന്നപ്പോൾ നമ്മളെ കയ്യിലുള്ളതൊക്കെ നൽകി സഹായിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്. കയ്യിലുള്ളതൊക്കെ നൽകി സഹായിക്കാൻ നമ്മൾ തയ്യാറായതുമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മത്തിന് കൃത്യമായ ദിശാബോധം നൽകുകയാണ് ഇങ്ങനെയുള്ള രാമായണ പാരായണങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിൽ രാമായണ പാരായണം നടത്തുമ്പോൾ അതൊരു സത്സംഗം. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ കൂടിയിട്ടുണ്ട്, അതൊരു സത്സംഗം. അപ്പോൾ ഒരു സത്സംഗത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മൂല്യങ്ങളൊക്കെ വളരെ വലുതാണ്. രാമായണ പാരായണം നമ്മൾ ഇപ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും ഒരു വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും മൊബൈൽ ഫോണിലാണ്. അവർക്ക് ഒന്നിച്ചു കൂടാൻ ഒരു സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെയുള്ള രാമായണ പാരായണങ്ങൾ ഒരു വീട്ടിൽ നടക്കുമ്പോൾ അവിടെ അതിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കാനും അവിടെ ഒരു സത്സംഗം നടക്കുക എന്നാണ് പറയുക. അതായത് സത്സംഗം നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനോടും അമ്മയോടും എല്ലാം സംസാരിക്കാൻ തുടങ്ങും. ഇപ്പം എല്ലാവരും ഫോണിലല്ലേ, അമ്മ ഫോണിലായിരിക്കും, അപ്പുറത്തെ ഭാഗത്ത് അച്ഛൻ ഫോണിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള രാമായണ പാരായണങ്ങളും മറ്റു കാര്യങ്ങളും വീടുകളിൽ നടക്കുമ്പോൾ ഒരു സത്സംഗം ആ വീട്ടിൽ നടന്നു എന്നാണ് പറയുക. നമ്മൾ
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു മഹത്തായ മനുഷ്യനായിട്ട് മാറുന്നത്. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല, വെന്തു വെണ്ണീർ ചമഞ്ഞിതോ പോയില്ല, മണ്ണിനു കീഴാൽ കൃമികളാൽ പോകില്ല, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതാവസാനം പല രീതിയിലായിരിക്കും. ഒന്നിക്കൽ നമ്മൾ ജന്തുക്കൾ ഇങ്ങനെ ഭക്ഷിച്ച് കാഷ്ടിച്ച് കൃമികളായിട്ട് മണ്ണിൽ കടന്ന് നമ്മളിങ്ങനെ പോകാം. ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മൾ വെറും ഒരു ദേഹമാണ്, നമ്മൾ. ആ ദേഹത്തിനൊരു മനസ്സും ഉണ്ട്, പല ഭാഗങ്ങളും ഉണ്ട്. പിന്നെ എന്തിനാണ് നമുക്ക് അസൂയ? അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ ഇന്നത്തെ തലമുറയോട് നമ്മൾ സംസാരിക്കേണ്ടത് ഈ രീതിയിലാണ്. വെറുതെ രാമായണം വായിക്കുക, രാമായണ കഥ വായിക്കുക എന്ന് പറയുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയ, മനസ്സിന്റെ ചഞ്ചലങ്ങളൊക്കെ പറയുന്ന ഏറ്റവും വലിയ ഗൈഡാണ് അധ്യാത്മ രാമായണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് രാമായണത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് രാമായണം വായിക്കാനുള്ള ഇത് കൂടും. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നറിയാവോ? സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം കുറെ വർഷങ്ങൾക്ക് മുമ്പ് പല പാശ്ചാത്യ ചിന്തകന്മാരും ഇദ്ദേഹമൊക്കെ കൂടിയിട്ട് മനഃശാസ്ത്രത്തിന്റെ പല ലെവലിലേക്ക് കടന്ന് മനസ്സിന്റെ ചിന്തകളെയൊക്കെ പുസ്തകങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും, ഈ ശാസ്ത്രത്തിന്റെ വളർച്ച ഒന്നും നടക്കാത്ത സമയത്തും കുറെ കാലങ്ങൾക്ക് മുന്നേ എന്താണ് ശ്രീരാമനും ശ്രീകൃഷ്ണൻ പോലെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ഭഗവത്ഗീത, രാമായണം എന്നുള്ള ഗ്രന്ഥങ്ങളിലെ മനസ്സിന്റെ ചഞ്ചലത്തെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അവര് എത്രത്തോളം മനഃശാസ്ത്രപരമായിട്ട് എത്രത്തോളം ഇതായിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുരാതനങ്ങളിലെ സത്യാന്വേഷണത്തിന്റെ ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പം ഞാൻ രന്തിദേവൻ എന്നൊരു രാജാവിന്റെ കഥ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. രന്തിദേവൻ എന്നത് ഭരതവംശത്തിൽ പിറന്ന വളരെയധികം ദയാലുവും ഭയങ്കര സത്യസന്ധനുമായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ദാനം കൊടുക്കൽ എല്ലാവർക്കും, അതായത് തനിക്ക് എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് ദാനം കൊടുക്കണം എന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഒരു നാള് രാജ്യത്ത് വളരെയധികം പട്ടിണിയും ഇങ്ങനെ പരവേശമൊക്കെ ആയിട്ട് രാജ്യത്ത് വളരെയധികം വരൾച്ച അനുഭവപ്പെട്ടു. അപ്പോൾ 48 ദിവസം ഈ രാജാവിനും കുടുംബത്തിനും ഭക്ഷണമൊന്നും കിട്ടാണ്ട് ഉപവസിച്ചു. 49-ാം ദിവസം ഇവർക്ക് കഴിക്കാൻ ചോറും പായസവും വെള്ളവും കിട്ടി. ഈ സമയത്താണ് ഒരു ബ്രാഹ്മണൻ അവിടെ വിശന്ന് വലഞ്ഞു വരുന്നത്. അപ്പൊ ബ്രാഹ്മണനെ കണ്ടപ്പോ രന്തിദേവൻ വിശപ്പൊക്കെ മാറ്റി വെച്ച് ബ്രാഹ്മണനെ സ്വീകരിച്ചിരുത്തി തന്റെ ഭക്ഷണത്തിന്റെ പകുതി ഭാഗം ബ്രാഹ്മണൻ അങ്ങ് കൊടുത്തു. അപ്പോ ബ്രാഹ്മണൻ പോയി. ദാനശീലനാണ് രന്തിദേവൻ. ഉപവസിച്ച് 49-ാം ദിവസവും തനിക്ക് കിട്ടിയ ഭക്ഷണം ബ്രാഹ്മണന് കൊടുത്തു. അടുത്തതായി അവിടെ വന്ന ഒരു ശൂദ്രനായിരുന്നു. ശൂദ്രൻ എന്ന് പറഞ്ഞാല് ഇതിലെ പണ്ട് കുറെ തട്ടുകളായിട്ട്, നമ്മളിപ്പോ ജാതി എന്നൊക്കെ പറയുന്നത് പോലെ കുറെ തട്ടുകളായിട്ട് ഒരു സമൂഹത്തെ തിരിച്ചാൽ അതിൽ പാവപ്പെട്ടവരായിരുന്നു ശൂദ്രർ. അപ്പൊ ശൂദ്രൻ വന്നു. അപ്പൊ ശൂദ്രർ ഇങ്ങനെ വിശന്ന് വലഞ്ഞു വന്നു. അപ്പോ ബ്രാഹ്മണന് കൊടുത്ത പോലെ തന്നെ ശൂദ്രർക്കും ഭക്ഷണത്തിന്റെ ഒരു ഭാഗം കൊടുത്തു. അപ്പോ ശൂദ്രരും നല്ല സന്തോഷത്തോടു കൂടി പോയി. അടുത്തതായിട്ട് ഒരു നായ്ക്കൾ, കരയുന്ന നായ്ക്കളെയൊക്കെ കൊണ്ട് ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭോ എനിക്ക് വിശക്കുന്നു, എൻ്റെ നായ്ക്കളും ഞാനും ഒക്കെ കുറേ ആയി ഭക്ഷണം കഴിച്ചിട്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് പറഞ്ഞപ്പോ ഭക്ഷണത്തിലുള്ള ബാക്കിയുള്ള ഭാഗവും അദ്ദേഹത്തിനും കൊടുത്തു. പിന്നെ വന്നത് ഒരു ചണ്ടാലനായിരുന്നു. ചണ്ടാലൻ ദാഹിച്ചിട്ട്, ഒരു വെള്ളം പോലും കിട്ടാതെ ദാഹിച്ചിട്ട് വന്ന ചണ്ടാലന് ആകെ ബാക്കിയുള്ള വെള്ളവും രന്തിദേവൻ കൊടുത്തു. അദ്ദേഹത്തിന് കഴിക്കാൻ ഒന്നും ഇല്ലാണ്ടായി. അപ്പോഴാണ് ഈ ചണ്ടാലനും നായ്ക്കളും ഒക്കെ അപ്രത്യക്ഷമായിട്ട് അവിടെ മഹാവിഷ്ണുവും ശിവനും ബ്രഹ്മാവും പ്രത്യക്ഷപ്പെടുന്നത്. രന്തിദേവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇങ്ങനെയുള്ള രൂപങ്ങൾ സ്വീകരിച്ച് വന്നതായിരുന്നു. അപ്പോ രന്തിദേവനോട് പറഞ്ഞു, ഇനി എന്ത് വരം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ നടത്തിത്തരുന്നു. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകളെ എൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട് കണ്ടിട്ട് അത് തീർക്കാൻ എനിക്ക് കഴിയണം, അത് മാത്രം മതി എനിക്ക്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലതും ചോദിക്കും. പക്ഷേ
അദ്ദേഹത്തിന്റെ മഹത്വമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രാമായണത്തിലെ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോ ലക്ഷ്മണൻ നൽകിയ ഉപദേശത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് രന്തിദേവൻ. അതായത് ഭൗതിക സുഖങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികമാണ് ഭൗതിക സുഖങ്ങളെല്ലാം എന്ന് ഇദ്ദേഹത്തിന് അറിയായിരുന്നു. നമുക്ക് കിട്ടുന്ന പണവും പ്രശസ്തിയും ഒക്കെ എപ്പം വേണമെങ്കിലും നശിക്കാവുന്ന ഒന്നാണ്. പക്ഷേ നമ്മളെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകള്, നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ത്യാഗവും നന്മയൊക്കെ നമ്മുടെ മരണശേഷവും അവിടെ അവശേഷിക്കും എന്നാണ് പറയുന്നത്. ഒരു പൂന്തോട്ടത്തില് ഒരു പൂവ് വിടർന്ന് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോ ആ പൂവ് പറയാണ്, ഓ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ള ആള് എന്ന് പറഞ്ഞിട്ട് പൂവിങ്ങനെ നിൽക്കുകയാ. വൈകുന്നേരമായി അത് വാടി വീണു. പക്ഷേ അവിടെ പകർന്നത് അതിന്റെ സുഗന്ധം മാത്രമായിരുന്നു. അതിന്റെ ഭംഗി ഒന്നും പിന്നെ ആരും നോക്കിയിട്ടില്ല. അതിന്റെ സുഗന്ധം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തില് നമ്മള് സമ്പാദിച്ചു കൂട്ടുന്ന പണമോ പ്രശസ്തിയോ ഒന്നുമല്ല നമ്മൾക്ക് ജീവിതശേഷം ഉണ്ടാകുന്നത്. നമ്മള് ചെയ്ത നന്മയും ത്യാഗവും അതൊക്കെ ജീവിതശേഷവും നമ്മളുടെ അടയാളങ്ങളായി അവശേഷിക്കും എന്നാണ് പറയാനുള്ളത്. ഇത് തന്നെയാണ് ലക്ഷ്മണോപദേശത്തിലും രാമായണത്തിലും ഭഗവത്ഗീതയിലായാലും ഭഗവാൻ നമ്മളോട് പറയുന്ന കാര്യം എന്നത്. അപ്പോ രാമായണം എന്നത്, എനിക്ക് പറയാനുള്ളത്, രാമായണം എന്നത് ഏതോ കാലത്ത് അവസാനിച്ച ഒരു കഥ മാത്രമല്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ്. അപ്പൊ നമ്മള് ഇതിലൊക്കെ ജീവിതത്തിൽ കുടുംബത്തിലായാലും രാമായണ പാരായണം ഒരു ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കർക്കിടക മാസത്തില് ആകെ ഒരു മാസല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സത്സംഗം പോലെ നമ്മുടെ കുടുംബത്തിൽ നടത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അപ്പോ എല്ലാവരുടെയും വീട്ടിൽ രാമായണ പാരായണം ഒരു ഭാഗമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ്. എങ്ങനെയാ പറയണ്ടേ, എങ്ങനെ തുടങ്ങണ്ടേന്നൊന്നും എനിക്കറിയില്ലേനു. ആദ്യമായിട്ടാണ് ഒരു പ്രഭാഷണം എന്ന രീതിയിൽ വേദിയെ ഇങ്ങനെ അഭിമുഖീകരിച്ച് പറയുന്നത്. തെറ്റുകൾ ഉണ്ടായിരിക്കാം, ആർക്കാലും ഫസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റൂലല്ലോ. തെറ്റുകൾ ഉണ്ടായിരിക്കാം. എനിക്ക് കിട്ടിയ കാര്യങ്ങൾ അവിടുന്ന് എല്ലാം ഓർമ്മിച്ച് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ രാമായണം എല്ലാവരും നെഞ്ചിലേറ്റ് കർക്കിടക മാസത്തിൽ രാമായണം എല്ലാ വീട്ടിലും പാരായണം ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരം തന്ന